ബംഗ്ലാദേശ് ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനും ചൈനയുമായി ബംഗ്ലാദേശ് ഇടക്കാല തലവനായ മുഹമ്മദ് യൂനസ് കൂടിക്കാഴ്ച നടത്തിയ തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചത്. എന്നാൽ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് മുഹമ്മദ് യൂനസ് തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ്. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ത്രിരാഷ്ട്ര സഖ്യം ഉയർന്നു വരുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് മുഹമ്മദ് യൂനസിന്റെ രംഗപ്രവേശനം ഉണ്ടായത്. മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. കുൻമിങ്ങിൽ നടക്കുന്ന ചൈന ദക്ഷിണേഷ്യ എപ്പിസ്കോപ്പൽ, ചൈന ദക്ഷിണേഷ്യ സഹകരണ ഫോറം എന്നീ രണ്ട് ചൈനീസ് സ്പോൺസർ പ്രാദേശിക പരിപാടികളുടെ ഭാഗമായി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒരു അനൗപചാരിക ത്രിരാഷ്ട്ര യോഗം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിനിടയിലാണ് വിശദീകരണവുമായി ബംഗ്ലാദേശ് തന്നെ രംഗത്ത് വരുന്നതും. ഞങ്ങൾ ഒരു സഖ്യവും രൂപീകരിക്കുന്നില്ല എന്നും ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവായ എം തൗഫീഖ് ഹുസൈൻ വ്യക്തമാക്കി. ഒരു സഖ്യവും രൂപീകരിക്കുന്നതിനുള്ള ഒരു ഘടകങ്ങളും ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന എന്നതാണോ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ഈ മറുപടി വന്നതും. തീർച്ചയായും ഒരു മൂന്നാം കക്ഷിയെ ലക്ഷ്യം വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂന്ന് രാജ്യങ്ങളും ത്രികക്ഷി സഹകരണത്തിനെ കുറിച്ച് വിപുലമായ ചർച്ചകൾ നടത്തിയതായും നല്ല അയൽപ്പക്കം, പരസ്പര വിശ്വാസം, സമത്വം, തുറന്ന മനസ്സ്, ഉൾക്കൊള്ളൽ, അതുപോലെ തന്നെ പങ്കിട്ട വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിച്ചതായും ചൈന പറഞ്ഞപ്പോൾ, മറുവശത്ത് പാകിസ്ഥാൻ ഈ സമ്മേളനത്തെ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ ത്രിരാഷ്ട്ര സംവിധാനത്തിന്റെ ഉദ്ഘാടന യോഗമെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തതും. അതേസമയം ബംഗ്ലാദേശ് ദുർഗാക്ഷേത്രം പൊളിച്ചു മാറ്റിയതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വരികയും ചെയ്തു. ക്ഷേത്രം പൊളിച്ചു നീക്കിയ നടപടിയെ അപലപിക്കുകയും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സ്വഭാവം കൈകാര്യം ചെയ്യുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും തീവ്രവാദികളുമായി സഹകരിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. ധക്കയിലെ ദുർഗാക്ഷേത്രം പൊളിക്കണമെന്ന് തീവ്രവാദികൾ ആഹ്വാനം ചെയ്തിരുന്നത് മനസ്സിലാക്കുന്നു. ക്ഷേത്രത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് പകരം ഇടക്കാല സർക്കാർ ഈ സംഭവത്തെ ഭൂമി കൈമാറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് ക്ഷേത്രം നശിപ്പിക്കാൻ അനുവദിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയും ചെയ്തു. ക്ഷേത്രം സംരക്ഷിക്കുവാനുള്ള ആ ഒരു സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും ക്ഷേത്രം പൊളിച്ചു മാറ്റിയതായും മാറ്റി സ്ഥാപിക്കുന്നതിന് മുൻപേ തന്നെ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശിന്റെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഞങ്ങൾക്ക് നിരാശാജനകമാണ് എന്നും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും അവരുടെ സ്വത്തുക്കളെയും മതസ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും ഇന്ത്യ അടിവരയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് എന്നും വിദേശകാര്യമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.